ഒരു വിഭാഗം റേഷൻ വിതരണക്കാർ പ്രഖ്യാപിച്ച സമരം പിൻവലിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കമ്മീഷൻ തുക ഉടൻ വിതരണം ചെയ്യും. വിതരണക്കാരുടെ സമരം ഈ മാസത്തെ റേഷൻ വിതരണത്തെ ബാധിച്ചിട്ടില്ല. ഈ മാസത്തെ റേഷൻ വിഹിതത്തിന്റെ 75% കടകളിൽ എത്തിയിട്ടുണ്ട്. പണിമുടക്ക് നിരുത്തരവാദപരമാണെന്നും GR അനിൽ കുറ്റപ്പെടുത്തി. ഷിജോ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, വിവരങ്ങൾ എന്തൊക്കെ? അനീഷ, ഇന്നലെയാണ് ഒരു സംസ്ഥാനത്തെ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസങ്ങളിലായിട്ട് റേഷൻ വ്യാപാരികൾക്ക്, റേഷൻ വിതരണക്കാർക്ക് കുടിശ്ശിക കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും ഭക്ഷ്യവകുപ്പിനെയും നേരിട്ട് വിവരങ്ങൾ ഈ റേഷൻ വിതരണക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഡിസംബർ മാസത്തെ കുടിശ്ശിക ലഭിക്കാതെ വന്നതോടുകൂടിയാണ് റേഷൻ വിതരണക്കാർ സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത്. ഇന്നു മുതൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ഇത് പിൻവലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ നൽകിയിരിക്കുന്നത്. 2023 സെപ്റ്റംബർ മാസത്തെയും നവംബർ മാസത്തെയും മുഴുവൻ കമ്മീഷൻ തുകയും റേഷൻ വിതരണക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഡിസംബർ മാസത്തെ കമ്മീഷൻ നൽകുന്നതിനായിട്ട് 38 കോടി രൂപ സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ കൊടുക്കും. അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണം. സമരം നിരുത്തരവാദപരമാണ് എന്നുകൂടിയാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തെ 75% സാധനങ്ങളും ഇതിനോടൊപ്പം തന്നെ റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 33 ലക്ഷത്തിലധികം റേഷൻ ഉപഭോക്താക്കൾ ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 38 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ച പശ്ചാത്തലത്തിൽ റേഷൻ വിതരണക്കാർ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിഷ. ശരി.